മെട്രോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വേണ്ടില്ല, ഇന്ത്യ മാർക്കറ്റിൽ പോകണം. അപ്പോൾ അങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മെട്രോ എടുത്ത് മോച്ചിത്തിലേക്ക് പോകണം. മോച്ചിത്തിലേക്ക് ഡയറക്റ്റ് എനിക്ക് മെട്രോ എടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ പാഹോം യോത്തി സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനുണ്ട്. അവിടുന്ന് ഇനി BTS എടുത്തിട്ട് ഇന്ത്യ മാർക്കറ്റിലേക്ക് പോകാം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, കുക്കിങ്ങിൻ്റെ സ്പൈസസും മറ്റൊക്കെ. അതൊക്കെ വാങ്ങിയിട്ട് ഗാർഡനിലേക്ക് പോകണം. ഗാർഡനിൽ നിന്ന് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ഒരുപാട് പരിപാടികളുണ്ട് ചെയ്യാൻ. അപ്പോൾ ശരി, ഇന്ത്യ മാർക്കറ്റിൽ പോയിട്ട് കാണാം. ഈ ഇന്ത്യ മാർക്കറ്റിൽ വന്നാൽ അതിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ ഒരു കനാലുണ്ട്. സിറ്റിയുടെ നടുവിലൂടെ ഒഴുകുന്ന ഒരു കനാൽ, നല്ല വൃത്തിയുള്ള കനാലാണ്. പക്ഷെ വെള്ളത്തിൻ്റെ കളറ് കുറച്ച് മാറ്റമുണ്ട്, പക്ഷെ അതിൽ വേസ്റ്റ് ഒന്നുമില്ല. ഇതാണ് ഇന്ത്യ എംപോറിയം. നമ്മളിപ്പോൾ ഇന്ത്യ എംപോറിയത്തിലേക്കാണ് പോകുന്നത്. ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ബാക്കി അവിടെ ചെന്നിട്ട് പറയാം, കാരണം ഭയങ്കര ചൂട്, റോഡിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഇത് കണ്ട ഇന്ത്യൻ ഫുഡിൻ്റെ വലിയ മെനു ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ത്യ എംപോറിയം. ഇതിൻ്റെ മുകളിൽ ഫുഡ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് കോർട്ടുണ്ട്. ഇതിനുള്ളിൽ മൊത്തം എല്ലാവരും ഇന്ത്യക്കാരാണ് കച്ചവടം ചെയ്യുന്നത്. ഒരുപാട് ഇന്ത്യൻസ് ഇതിനുള്ളിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് ഇന്ത്യ എംപോറിയം എന്നായത്. ഇവിടെ നമുക്ക് എലിവേറ്റർ ഉണ്ട് മുകളിലേക്ക് പോകാൻ. എലിവേറ്റർ കയറി മുകളിലേക്ക് പോവാം. നല്ല വിശപ്പുണ്ട്. ഒരു വെജിറ്റേറിയൻ താലിയും പിന്നെ ഷോല ഭട്ടൂര ഓർഡർ ചെയ്തു. കഴിക്കട്ടെ, നല്ല വിശപ്പ്. ഇന്ത്യ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. റെഡ് ലൈനിൽ കയറിയപ്പോൾ ഇത് കണ്ടോ, റെഡ് ലൈൻ ഫുള്ള് കാലി, എംപ്റ്റി, ആരുമില്ല. ഇങ്ങനെ ഞാൻ ഇതുവരെ റെഡ് ലൈൻ കണ്ടിട്ടില്ല. ഇത്ര എംപ്റ്റി ആയിട്ട് ഞാൻ ഇതുവരെ റെഡ് ലൈൻ കണ്ടിട്ടില്ല. ഇത് കണ്ടോ, ബാങ്കോക്ക് രൺസിത്തിലേക്ക് പോകുന്ന റെഡ് ലൈനായി കാര്യമായിട്ടിരിക്കുന്നു. അതിൽ മാത്രം കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇതോ ഇവിടെയാണ്. ടാക്സി ഗ്രാൻഡ്. നമുക്കിനി ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് രൺസിത്തിൽ വരണം. 6:10. കേങ്ങത മുമ്പിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു റെയിൽവേ സ്റ്റേഷനായത്. ഇത് കണ്ടില്ലേ, എന്ത് വലിപ്പമാണ് നോക്ക്. ഇതേപോലത്തെ 3 ഫ്ലോറുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഡോൺമിയോ എയർപോർട്ടിനേക്കാളും വലുപ്പമുണ്ട് ഈ സ്റ്റേഷൻ. അതുകൊണ്ട് അതോ ദൂരെ പോകുന്നത് കേങ്ങാണ്. നമുക്കിനി പിടിക്കാനുള്ളത് ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ SRTയുടെ ടിക്കറ്റ് ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 7:30ക്കാണ് ട്രെയിന്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. ഓടിന് സ്റ്റാർട്ടായിട്ടില്ല. ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. AC ആണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. കാങ്ങത മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ടല്ലേ, ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ ഈ ട്രെയിൻ. ഇതാണ് നമ്മുടെ കമ്പാർട്ട്മെന്റ്.
ഈ കമ്പാർട്ട്മെന്റിനകത്ത് ആദ്യമായിട്ട് നമ്മളാണ് കയറി വന്നത്, വേറെ ആരുമില്ല. കാങ് നമ്മുടെ ആ സീറ്റ് തപ്പിക്കൊണ്ടിരിക്കുക. ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ടായിരുന്നു വന്നത്, ക്ലബ് സാൻഡ്വിച്ച്. അതും കഴിച്ചിട്ട് ഇനിയൊരു ഉറങ്ങണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ട്രെയിനിലെല്ലാം ഞാൻ കാണിച്ചു തരാം. ഹായ് കാങ്. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ. അങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടോ ഈ ട്രെയിനിലെ TTR ആണ് ഇദ്ദേഹം. ഇയാൾക്ക് നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. നല്ല അടിപൊളി യൂണിഫോം അല്ലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരൊറ്റ ഉറക്കം, നല്ല സൂപ്പർ. ഉറങ്ങി എണീറ്റതിന് ശേഷം കാങ് ലഞ്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ച് ഏകദേശം കഴിഞ്ഞു. അപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുക്കാമെന്നുള്ളത്. കണ്ടോ, ട്രെയിനിൽ നമുക്ക് ഫുഡ് ട്രേ ഒക്കെ ഉണ്ട്. ഉള്ളൊരു ചിക്കൻ റൈസ് ആയിരുന്നു വാങ്ങിയത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഇത് കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങാം. ഈ ട്രെയിന് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. വേറൊരു ട്രെയിനുണ്ട്, അത് എല്ലാ സ്റ്റേഷനിലും നിർത്തിയിട്ടേ പോകും. ഇത് കറക്റ്റ് ടൈമിന് എത്തും. ഒരു 3 മണിയാകുമ്പോൾ നമുക്ക് ചുമ്പോനിലെത്തും. ലങ്സോൺ ചുമ്പോനിൽ ഒരു 3 മണിയാകുമ്പോൾ എത്തും. നോങ് ലേക്ക് അവിടെ വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിശേഷം കാണുകയാണെങ്കിൽ വീണ്ടും എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ രാവിലെ 7:30 കയറിയ ട്രെയിനാണ്. ഏകദേശം 3 മണിയാവാനായി. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്താറാവുന്നുണ്ട്. ലോങ് അവിടെ വന്ന് കിടക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ ട്രെയിനിൽ കിടന്ന് നല്ലോണം ഉറങ്ങി. ഭയങ്കര തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. AC നല്ല കംഫർട്ടബിൾ ആയിരുന്നു യാത്ര. ഇനിയിപ്പോൾ ഗാർഡനിൽ പോയിട്ട് ഗാർഡനിൽ കുറേ വിശേഷങ്ങളെല്ലാം കാണാം. ഈ ഒരു ട്രെയിനിലായിരുന്നു നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ച് ഇവിടം വരെ വന്നത്. ഞാനിവിടെ ഇറങ്ങി, ഇതാ ട്രെയിൻ പോവുകയാണ്. ഇത് സൂറത്താനി വരെ പോകുന്ന ട്രെയിനാണ്. വെറും 5 കമ്പാർട്ട്മെന്റ് മാത്രമുള്ള ഒരു ട്രെയിനായിരുന്നു. നോങ് അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലങ്സ്വാൻ എന്ന് പറയുന്ന സ്റ്റേഷൻ. ഇവിടെയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ തന്നെ നമ്മുടെ ഗാർഡനിലേക്ക് ഒരു 3 മണിക്കൂർ നമ്മുടെ വണ്ടിയിൽ സഞ്ചരിക്കണം. കാങ് ഇവിടെ എൻ്റെ ബാഗൊക്കെ കെട്ടിപ്പിടിച്ചിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് വീഡിയോസ്, ഈ സ്റ്റേഷൻ്റെ പുറത്തുള്ള കുറച്ച് വീഡിയോസുകൾ എടുത്തുകൊണ്ടിരിക്കുക. നല്ല രസമുള്ളൊരു, അതായത് പഴയ ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാക്കിയ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടുന്ന് അനുഭവപ്പെടുന്നത്. ഈ ട്രാക്കൊക്കെ കണ്ടോ, ഒരു പ്രത്യേക ഒരു രസമുണ്ട് കാണാൻ. അങ്ങനെ നീണ്ട
ഏറെ മണിക്കൂർ സമയത്തെ യാത്ര കഴിഞ്ഞിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമുക്ക് ഗാർഡനിലേക്ക് പോകാം. നല്ല ടയേർഡാണ്, ഒന്ന് റിലാക്സ് ആവണം. ഇടിയൊക്കെ എടുക്കുന്നുണ്ട്, മഴ പെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഗാർഡനിൽ. ഈ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറാണിത്. ഒരു ചെറിയ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതുണ്ടോ, ഒരു പ്രത്യേക രസത്തിലുണ്ട്. നല്ല ഭംഗിയിലുണ്ടാക്കിയിട്ടുള്ളൊരു ചെറിയൊരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ. ഇതുണ്ടോ, ഇവിടെ ഒരേ ഒരു വിൻഡോ. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക, ബാങ്കോക്കിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ഇവിടുന്ന്. പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ പ്ലാറ്റ്ഫോം ടിക്കറ്റോ അങ്ങനെയുള്ള ഒന്നും ആവശ്യമില്ല. എനിക്ക് ഈ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും എത്ര കണ്ടാലും മതി വരില്ല. ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ അല്ലേ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിൽ. Nón đây. Nón. Nón. നമ്മളെ നോങ്ങ വന്നിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി. ഐസ്ക്രീമും വാങ്ങിക്കാം. ഓക്കെ, ഗെറ്റ് ഇൻ. അപ്പോൾ ബാങ്കോക്കിൽ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഫിഷ് മാർക്കറ്റിലും വെജിറ്റബിൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസും ഫിഷൊക്കെ വാങ്ങി. അപ്പോൾ പച്ച മാങ്ങ വെച്ചിട്ട് നമ്മുടെ ഇതില്ലേ, എന്താ പറയുക, ഒരു നീളമുള്ള മീൻ, അതിൻ്റെ പേര് മറന്നല്ലോ. ആ മീൻ വാങ്ങിയിരുന്നു. എന്താ അതിന് പറയുക, എന്തോ ഒരു പേരുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല. നല്ല ടേസ്റ്റുള്ള മീനാണ്. അതും വാങ്ങി. പച്ചമാങ്ങ ഇട്ടിട്ട് ആ മീൻ കറിയും വെക്കാം, ഫ്രൈയും ചെയ്യാം. ഇപ്പോൾ രാത്രിയായി ഏകദേശം. അപ്പോൾ തൽക്കാലത്തേക്ക് അതുണ്ടാക്കിയിട്ട് അത് കഴിക്കാം ഇന്ന് രാത്രി. നമുക്ക് നാളെ പിന്നെ വിശദമായിട്ട് നല്ലൊരു കുക്കിങ്ങെല്ലാം നടത്താം. ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ മീനിൻ്റെ പേരാണ് ഓർമ്മ കിട്ടാത്തത്. ആ നീളമുള്ള മീന്, അത് കുക്ക് ചെയ്യുമ്പോൾ ഓർമ്മ വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിങ് കഴിഞ്ഞിട്ട് വാഴ ഇലയിൽ ചോറ് തിന്നാം. മീൻ മുളകിട്ടതും മീൻ ഫ്രൈ. കാങ് മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മീനിന് പല സ്ഥലത്തും പല പേരും ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇത് കാണുന്നവർ പറയുക എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ ഇതിൻ്റെ പേര്. പക്ഷേ ഇതിന് നമ്മളെ നാട്ടിൽ പറയുന്നത് പിന്നെ എന്തായിരുന്നു, തളയൻ എന്നാണ് നമ്മളെ നാട്ടിൽ ഈ മീനിന് പറയുന്നത്. നല്ല അസാധ്യ രുചിയുള്ള മീനാണ്. കറി വെച്ചാലും മുളകിട്ടാലും ടേസ്റ്റ് ഉണ്ടാവും, ഫ്രൈ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഇതുണ്ടോ, ഈ പോണ്ടിൻ്റെ സൈഡിൽ അടുപ്പ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക.
തീ കൊടുത്തു കഴിഞ്ഞു. നല്ല ചാർക്കോളിലാണ് നമ്മളിന്ന് മീൻകറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫൗണ്ടനില്ലേ വീട്ടിനകത്തുള്ള ഈ ഫൗണ്ടൻ്റെ ഈ വെള്ളം ഇങ്ങനെ വീഴുന്ന ശബ്ദം കേട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് മീൻകറി ഉണ്ടാക്കാൻ പോവാം. തളയൻ എന്ന് പറയുന്ന ഒരു മീനാണ്. പല നാട്ടിലും പല ആ മീനിന് പല പേരുകളും പറയും. നമ്മുടെ നാട്ടിൽ തളയൻ എന്നാണ് തോന്നുന്നു പറയുന്നത്. ആ ബെൽറ്റ് പോലെയുള്ള നീളമുള്ള മീനില്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാലേ ഒരു നാടൻ ടേസ്റ്റ് വരുന്നു. മറ്റുള്ള കോഴിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ല, മീൻകറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുറച്ച് വെളിച്ചെണ്ണ, കൂടുതലൊന്നും വേണ്ട. ഓയിൽ അധികം ശരീരത്തിന് അത്ര നല്ലതൊന്നുമല്ല. അതൊന്ന് ചൂടാക്കും. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുവിട്ട് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി. അങ്ങനെ കുറച്ച് കടുക് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മീൻകറി ചോറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറാട്ടൻ്റെ കൂടെ എല്ലാം പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഒന്നൊന്നര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ മീൻകറി നമുക്ക് വേറെ രൂപത്തിലും വെക്കണം കേട്ടോ. ഇത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഫാസ്റ്റായിട്ട്, കാരണം രാത്രിയായി, ഇന്ന് ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫാസ്റ്റായിട്ടൊരു മീൻകറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ തളയൻ വെച്ചിട്ട് വരുന്ന മാർക്കറ്റിൽ നല്ല ഫ്രഷായി കിട്ടിയതാണ്. വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടുന്ന് കാങ്ങ് ഫിഷ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നു. അപ്പോൾ നമുക്കിനി വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വഴണ്ട് വരട്ടെ. ഇത് നമുക്ക് കറിവേപ്പിലില്ല, അതാണ് പ്രശ്നം. കറിവേപ്പില ഇവിടെ കിട്ടൂല. ഇതിനു മുമ്പ് ബാങ്കോക്കിൽ ഒരു ഷോപ്പിൻ്റെ അല്ല, ഒരു വീട്ടിൻ്റെ മുമ്പിൽ ഒരു മരം ഉണ്ടായിരുന്നു. ഞാൻ ബാങ്കോക്കിലുള്ള സമയത്ത് ഇടയ്ക്ക് അവിടെ പോയിട്ട് കുടിച്ചോണ്ട് വരുന്നതാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ പോകണം അവിടത്തേക്ക്. ഇന്ന് പിന്നെ പോകാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കറിവേപ്പില ഉണ്ടെങ്കിലേ ഈ കറിക്ക്, നമ്മുടെ നാടൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു അരോമ, ഒരു വാസനയൊക്കെ വരണമെങ്കിൽ കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കണം. യെസ് നോ. പക്ഷെ ഇതിൽ നമ്മൾ പച്ചമാങ്ങ ഇട്ടിട്ടുണ്ട്. പച്ചമാങ്ങ ഇവിടെ തന്നെ തൊട്ടടുത്ത് ഒരു മരത്തിലുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഞാനവിടെ മാങ്ങ വണ്ടി നിർത്തിയിട്ട് 5-6 മാങ്ങയും പറിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് പെട്ടെന്നാണ് അറിയാം. ആഹാ, ഈ ഇഞ്ചിൻ്റെയോ പച്ചമുളകിൻ്റെയോ മറ്റേ വെള്ളുള്ളിൻ്റെ എല്ലാം ആ മൂത്ത് വരുമ്പോഴുള്ളൊരു വാസന ഉണ്ടല്ലോ, അത് നമ്മുടെ നാടൻ കറിക്കേ കിട്ടുള്ളൂ കേട്ടോ. അത് പക്ഷെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ശരിയാവും. അതിങ്ങനെ വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 5-6 അതും കൂടിയാണ് ഇട്ടത്. ഒരു വഴിക്ക് പോകുന്നല്ലേ, എല്ലാം കിടക്കട്ടെ. ഓ, ആ ഉള്ളിയും കൂടി അങ്ങ് ഇട്ടപ്പുണ്ടല്ലോ, പറയാൻ വയ്യ എന്താ അതിൻ്റെ ഒരു വാസന വരുന്നതെന്ന് അറിയാം. വേണ്ട, വെളിച്ചെണ്ണ കിടന്നിട്ട് അവരിങ്ങനെ മൊരിഞ്ഞ് còn muốn lần này nhá. Ôi, cái nào cái này luôn đi.
നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഓ നല്ല വെട്ടി തിളക്കുന്നുണ്ട് കണ്ടോ. നോങ്ങണ്ട് മേലേന്ന് എന്തൊക്കെയോ കത്തി വെക്കുന്ന ആരുമായിട്ട്. ആഹാ എന്താ ഒരു വാസന വരുന്നതെന്ന് പറയും ഇതിൻ്റെ മോനെ. അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ റെഡി ആയതിനു ശേഷം കുറച്ച് മീനെടുത്തിട്ട് ഫ്രൈയും ചെയ്യാമെന്ന് വെച്ചു. അതും നടക്കട്ടെ, എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ല. പിന്നെ മീൻ ഫ്രൈ ഇല്ലാണ്ട് ചോറ് ഇറങ്ങാണ്ടായിക്കൊണ്ടല്ലേ. ഇത് പൊരിച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്, സൂപ്പറായി. ആഹാ മീൻ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അടിപൊളി. എനിക്ക് വയ്യ. നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട് ഫ്രൈൻ്റെ. അങ്ങനെ കുറച്ച് നേരത്തെ അധ്വാനത്തിന് ശേഷം വായിന്ന് വെള്ളം വന്നിട്ട് വയ്യ. മീൻ മുളകിട്ടതും മീൻ വറുത്തതും വാഴ ഇലയിൽ ചോറും അടിപൊളി. ഈ കറി കുറച്ചുകൂടെ ഇരിക്കണം, നാളേക്ക് ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം തന്നെ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നല്ല, അടിപൊളിയായിട്ടുണ്ട്. ഈ ഫ്രൈ ആണെങ്കിലും ഭയങ്കര ചൂട്, ഒന്നും പറയാനില്ല, അടിപൊളി. തായ്ലൻഡിൽ ഇങ്ങനെ വാഴയിലും മീൻ കറിയും മീൻ പൊരിച്ചതും സംഭവമല്ലേ.